നമുക്ക് വരാനുള്ള കാര്യങ്ങളെ മുൻകൂട്ടി പറഞ്ഞ് നമ്മുടെ ടെൻഷൻ മാറ്റി അനായാസം അത് നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ള അജണ്ടയല്ല ചില വാഗ്ദത്തങ്ങൾ മുന്നറിയിക്കുമോ നൽകുന്നു. അതിനകത്ത് നമ്മളിൽ ഒരു പണി നടക്കുന്നുണ്ട് എന്ന് നാം മറന്നു പോകുന്നു. ആമേൻ. നമ്മൾ കഴിഞ്ഞ രാത്രിയിൽ ചിന്തിച്ച വചനത്തിന്റെ തുടർന്നുള്ള ഭാഗത്തേക്ക് പ്രാർത്ഥനയോടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. ആമേൻ. ഇന്ന് രാത്രിയിലും ദൈവം നമ്മളോട് ആഴമായി ഇടപെടട്ടെ. യോഹന്നാന്റെ എബ്രായ ലേഖനം 11-ാം അധ്യായം 17, 18, 19 ഈ 3 വാക്യങ്ങളെ ആസ്പദീകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ മറ്റൊരു സന്ദേശം ആരംഭിച്ചത്. ദൈവം ആദരിച്ച ആരാധന എന്ന വളരെ ഗൗരവമേറിയൊരു വിഷയം. എന്നാൽ അതിന്റെ ആരംഭഭാഗമെന്ന നിലയിൽ അബ്രഹാം കടന്നുപോയ പരീക്ഷകളുടെ ആരംഭഘട്ടത്തിലാണ് കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ വചനത്തെ ധ്യാനിച്ചതും. അതിനെ തുടർന്നുള്ള ചിന്തയിലേക്ക് ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. അബ്രഹാമിന്റെ പരീക്ഷകളുടെ അതിപ്രധാനമായ 3 ഘട്ടങ്ങൾ പറഞ്ഞിരുന്നു, ഒന്നുകൂടെ ആവർത്തിക്കുന്നു. അബ്രഹാമിന്റെ പരീക്ഷയുടെ ആദ്യഘട്ടം കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്നുള്ള പുറപ്പാടാണ്. അത് അനുസരണം സംബന്ധിച്ചുള്ള പരീക്ഷയുടെ ഒരു മേഖലയാണ്. രണ്ടാമത്തത് പ്രായാധിക്യത്തിനൊരു തലമുറ എന്ന വാഗ്ദത്തം. മൂന്നാമത്തേത് പ്രിയ മകന് യാഗം കഴിക്കുന്നതിലെ ദൈവ പ്രസാദം. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ രാത്രിയിൽ ഒന്ന് ഓർമ്മപ്പെടുത്തി. അതിൽ ആദ്യ ഭാഗത്തെ ലഘുവായി ഒന്ന് ധ്യാനിച്ചു. അനുസരണം സംബന്ധിച്ച്. ഈ അനുസരണം സംബന്ധിച്ചുള്ള പരീക്ഷ അബ്രഹാമിന് മാത്രമല്ല, സകല വിശുദ്ധന്മാരിലും ഏതെങ്കിലും ഒരു കാലമല്ല, നാം വീണ്ടെടുക്കപ്പെടുന്ന നാൾ വരെയും നമ്മിൽ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിശോധനാ മേഖലയാണ് ദൈവവചനത്തോടും ദൈവത്തിന്റെ ആജ്ഞയോടുമുള്ള നമ്മുടെ അനുസരണ മനോഭാവം. അത് പരിശോധിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. സ്തോത്രം. തിരുവെഴുത്തുകളോടുള്ള നമ്മുടെ മനോഭാവം, അതിനെ അനുസരിക്കുന്ന നമ്മുടെ കാഴ്ചപ്പാടുകൾ, ആമേൻ, അതിൽ നാം എത്രത്തോളം തികവുള്ളവരാണ് എന്ന് ഏതെങ്കിലും ഒരു സീസണിലല്ല, ആമേൻ, കൽപ്പന അനുസരിച്ചു എന്ന് പറയുന്ന സ്നാനത്തിൽ മാത്രമല്ല, അവിടെ ആരംഭിക്കുന്ന നമ്മൾ വീണ്ടെടുപ്പ് പ്രാപിച്ച് തുടരുന്ന വിശ്വാസ ജീവിതത്തിന്റെ പര്യവസാന നാഴിക വരെയും ദൈവത്തിന്റെ ആജ്ഞയോടുള്ള കൽപ്പനകളോടുള്ള അനുസരണ മനോഭാവം തെളിവാക്കിക്കൊണ്ടേയിരിക്കണം. അതാണ് ഒരു വിശുദ്ധന്റെ ജീവിതം. ഞാൻ ഈ 3 കാര്യങ്ങൾ പറഞ്ഞ പരീക്ഷയും ആമേൻ പുതിയ നിയമത്തിൽ അതിപ്രധാനമായ ആമേൻ കൽപ്പന അല്ലെങ്കിൽ വിശ്വാസം, ആരാധന, ഈ 3 മേഖലകളുമായി ബന്ധിതമാണ്. നമ്മൾ അതിൽ 2ാം ഭാഗത്തേക്കാണ് ഇന്ന് രാത്രി ശ്രദ്ധയെ കൊണ്ടുവരുന്നത്. സ്വതന്ത്രം. വീണ്ടും നമുക്ക് വരാൻ 2ാമത്തെ ഭാഗത്തേക്ക്. പരീക്ഷയുടെ 2ാമത്തെ ഘട്ടമാണ് പ്രിയ മകനെ യാഗം കഴിക്കുന്നതിലെ ദൈവപ്രസാദം. ചരിത്രപരമായ രീതിയിൽ ആ വാക്യഭാഗങ്ങളെല്ലാം നമുക്ക് മനഃപ്പാഠമാകൊണ്ടും നമുക്കതെല്ലാം അറിയാം. അതിന്റെ ഭാഗങ്ങളെ വിശദീകരിക്കേണ്ടുന്നത് ആ ചരിത്രപരമായ രീതിയിൽ വിശദീകരിക്കേണ്ട ആവശ്യം ഇവിടെയില്ല. എങ്കിലും നമുക്കെല്ലാം അറിവുള്ള ഭാഗമാണ്. ഇതിന് നമ്മുടെ സന്ദേശത്തിന് പ്രധാന ഭാഗത്തേക്ക് വരേണ്ടതിന് ഒരു വഴിയായി മാത്രമാണ് ഈ പരീക്ഷകളെ അല്ലെങ്കിൽ ഈ സാഹചര്യങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് വേഗം പറഞ്ഞ് മുമ്പോട്ട് വരാം. അബ്രഹാം താൻ വാഗ്ദത്തം പ്രാപിക്കുമ്പോൾ, വാഗ്ദത്തം പ്രാപിച്ചു എന്നതുകൊണ്ട് ആ വാഗ്ദത്തം നമ്മൾ ഉദ്ദേശിക്കുന്ന കാലയളവിൽ തികയ്ക്കണം എന്നില്ല. സ്വതന്ത്രം. അബ്രഹാം കേട്ട വാഗ്ദത്തവും പ്രാപിച്ച കാലവും തമ്മിൽ വളരെ ദൂരമുണ്ട്, വളരെ ഒത്തിരി കാലതാമസമുണ്ട്. സ്വതന്ത്രം. നമ്മൾ കഴിഞ്ഞ ദിവസം അത്ഭുതത്തെ കുറിച്ച് സംസാരിച്ച് എത്ര പേര് ഓർക്കുന്നുണ്ട്? അത്ഭുതത്തെ കുറിച്ച് സംസാരിച്ചത്, അത്ഭുതം വീഞ്ഞും ചാട്ടയും എന്നൊരു ഭാഗം സംസാരിച്ചു വന്നപ്പോൾ, അത്ഭുതം ഒരു വേദിയാണ്, അത്ഭുതം ഒരു സന്ദേശമാണ്, അത്ഭുതം ഒരു വാതിലാണ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അതേ മാനം തന്നെയാണ് വാഗ്ദത്തങ്ങൾക്കും കൊടുക്കാനുള്ളത്. സ്വതന്ത്രം. വാഗ്ദത്തങ്ങൾ കൊടുക്കും. അബ്രഹാമിനെ ദൈവം വിളിച്ചിറക്കിയ ദൈവം അടിസ്ഥാനപരമായി കൊടുത്ത വാഗ്ദത്തം കനാൻ ദേശമാണ്, കനാൻ നാടാണ്. സ്വതന്ത്രം. ഇവിടെ നമ്മൾ 2ാമത്തെ പ്രായാധിക്യത്തിൽ തലമുറ എന്നൊരു വാഗ്ദത്തം, അത് വാഗ്ദത്തം കേട്ട നാള് മുതൽ നിവർത്തീകരിക്കപ്പെടുന്ന കാലം വരെയുള്ള ആ പരീക്ഷാഘട്ടമാണ്. കേവലം പരീക്ഷാഘട്ടം മാത്രമല്ല, ആ പരീക്ഷാഘട്ടങ്ങളിൽ അബ്രഹാം താൻ പണിയപ്പെടുകയാണ്.
അത്ഭുതങ്ങൾ നമ്മളിൽ പണി നടക്കണം, നമ്മളിൽ രൂപാന്തരം നടക്കണമെന്ന് പറഞ്ഞ അതേ മാനം തന്നെ ഇവിടെയും ചേർത്ത് വെക്കുന്നു. നമ്മൾ കേൾക്കുന്ന വാഗ്ദത്തങ്ങൾ, ദൈവം നമ്മളോട് ഇടപെടുന്ന മേഖലകൾ, നമുക്ക് വരാനുള്ള കാര്യങ്ങളെ മുൻകൂട്ടി പറഞ്ഞ് നമ്മുടെ ടെൻഷൻ മാറ്റി അനായാസം അത് നമ്മളിലേക്ക് എത്തിക്കുക എന്നുള്ള അജണ്ടയല്ല ചില വാഗ്ദത്തങ്ങൾ മുന്നറിയിക്കുമ്പോൾ നൽകുന്നത്. അതിനകത്ത് നമ്മളിൽ ഒരു പണി നടക്കുന്നുണ്ട് എന്ന് നാം മറന്നു പോകരുത്. ആ പണി, ദൈവികമായ പണിയിൽ നമ്മൾ വിധേയപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ ഇനി എന്തെല്ലാം കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാലും അതെല്ലാം വ്യർത്ഥമാണ്. സ്തോത്രം. ദൈവം നമ്മളെ പണിതുകൊണ്ടിരിക്കുകയാണ്. നമ്മളാരും പെർഫെക്റ്റ് അല്ല കേട്ടോ, നമ്മളാരും പെർഫെക്റ്റ് അല്ല. നമ്മൾ ദിനം പ്രതി ആ തികവിലേക്ക് എത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പാടാറുണ്ടല്ലോ, വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. വാസ്തവത്തിൽ തികച്ചു എന്ന് എപ്പോൾ പുത്രൻ തമ്പുരാൻ കാണുന്നോ ആ സെക്കൻഡിൽ നമ്മളെ ഇവിടെ നടത്തി മാറ്റിയിരിക്കും. ദൈവം ആഗ്രഹിക്കുന്ന തികവിലേക്ക് നമ്മൾ എത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ മിനിറ്റിലും ഓരോ മണിക്കൂറുകളിലും. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് ഞാൻ മടങ്ങി വരാം. അബ്രഹാം കേട്ട വാഗ്ദത്തങ്ങൾ, 2 വാഗ്ദത്തമായിരുന്നു അതിപ്രധാനമായത്. ഒന്ന് വാഗ്ദത്ത നാട്, വാഗ്ദത്ത ദേശവും വാഗ്ദത്ത സന്തതിയുമാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് അത് കണക്ട് ചെയ്യുമ്പോൾ അബ്രഹാം കേട്ട വാഗ്ദത്തങ്ങളും അബ്രഹാം കേട്ട വാഗ്ദത്ത ദേശത്തെക്കുറിച്ചൊക്കെ സംബന്ധിച്ചുള്ള ദൈവവീക്ഷണവും വചനവീക്ഷണവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അബ്രഹാം വാഗ്ദത്ത നാട്ടിലേക്ക് എത്തുമ്പോഴും അതിൽ അബ്രഹാം സംതൃപ്തനല്ല. അമ്മേൻ, താൻ അവിടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും വാഗ്ദത്തം എന്നത് ഈ ഭൂമിയിലെ ഒരു വസ്തുവുമായി അബ്രഹാം അതിനെ ഒതുക്കിയില്ല. അമേൻ. ദൈവം ശില്പിയായി നിർമ്മിച്ച യഥാർത്ഥ വാഗ്ദത്ത നാടിനെയാണ് അബ്രഹാം കണ്ണുയർത്തി കണ്ടത്, വിശ്വാസത്താൽ കണ്ടത്. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ വിശ്വാസം സംബന്ധിച്ച പരിശോധനയാണല്ലോ, പരീക്ഷയാണല്ലോ 2ാം ഘട്ടം. വാഗ്ദത്തം കേട്ട നാളിലെ വിശ്വാസവും നിവർത്തീകരിക്കപ്പെട്ട നാളിലെ വിശ്വാസവും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മുടെയൊക്കെ വിശ്വാസത്തിന് ഏറ്റക്കുറച്ചിലുകളുണ്ട്, സമ്മതിക്കണം. അത് നമ്മൾ തിരുത്തണം. വിശ്വാസത്തിന്റെ യഥാർത്ഥ തികവിലേക്ക്, വിശ്വാസത്തിന്റെ കുറവുകൾ പണിയപ്പെട്ട് വിശ്വാസത്തിന്റെ പരാജയങ്ങൾ മാറി തികവാർന്ന അനുഭവത്തിലേക്ക് നമ്മളെ ദൈവം എത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്വതന്ത്രം. ഇവിടെ അബ്രഹാം വാഗ്ദത്തം കേട്ട നാളിലെ വിശ്വാസം, ഞാൻ അതിനെ ആ ചരിത്രങ്ങളിലൂടെ ഒന്ന് ഓർമ്മപ്പെടുത്താം. സ്വതന്ത്രം. നമ്മളെല്ലാവരും കണ്ടതാണ്, അബ്രഹാമിനോട് ദൈവം വാഗ്ദത്തം പറയും, തലമുറയുടെ വാഗ്ദത്തം. എന്നെ പോലെ നിങ്ങളെ പോലെ നമ്മളെപ്പോലെ ഒരു മനുഷ്യനായി നിന്നുകൊണ്ടാണ് അബ്രഹാം ആ വാഗ്ദത്തം കേൾക്കുന്നത്. അബ്രഹാം വാഗ്ദത്തം കേട്ടു, സാറയോട് എന്ന് പറയുന്നു, ഞാൻ വാഗ്ദത്തം കേട്ടു, ആമേ നമുക്കൊരു ആൺസന്തതിയുണ്ട്. ഇവർ ആ വാഗ്ദത്തം പങ്കുവെക്കുന്നു, വാഗ്ദത്തത്തിൽ എൻജോയ് ചെയ്യുന്നു. ഇവരുടേതായ കണക്ക് കൂട്ടലുകളും കാലയളവുകളും ആ വാഗ്ദത്തം നിവർത്തീകരിക്കപ്പെടാതിരുന്നപ്പോൾ അവർ ജഡത്തിന്റെ മാർഗത്തെ ആശ്രയിക്കുകയാണ്. സ്വതന്ത്രം. ജഡത്തിന്റെ മാർഗത്തെ ആശ്രയിക്കുന്നു, മനുഷ്യബുദ്ധിയിൽ ആശ്രയിക്കുന്നു, കേവലം മനുഷ്യ അഭിപ്രായങ്ങളിൽ ആശ്രയിക്കുന്നു. ദൈവമക്കളുടെ കാര്യം പറയാം, ദൈവം നൽകിയ വാഗ്ദത്തങ്ങൾക്ക് അതിന് 2 വഴികൾ. ഒന്ന്, അത് റൈറ്റ് ടൈമാണ്, റൈറ്റ് വേ ആണ്. നമ്മളുടെ കാലക്രമങ്ങളുമായും നമ്മുടെ ക്ലോക്കുമായും നമ്മുടെ കലണ്ടറുമായും ദൈവത്തിന്റെ സമയങ്ങളെ നമ്മൾ താരതമ്യം ചെയ്യേണ്ടതില്ല. ആമേൻ. നമ്മുടെ കാലങ്ങളുമായി നമ്മുടെ സമയങ്ങളുമായി. ഇവിടെ അബ്രഹാമും സാറയും ഒക്കെ ഈ വാഗ്ദത്തം കേൾക്കുമ്പോഴേ ഓട്ടോമാറ്റിക്കലി അവരുടെ മൈൻഡ് ആ വാഗ്ദത്തത്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. സ്വതന്ത്രം. ദൈവം നൽകിയ വാഗ്ദത്തത്തിനായി സ്വതന്ത്രം. ദൈവം നൽകിയ ദൈവം പറഞ്ഞല്ലോ, ഒരു മോനെ തരും, ആൺസന്തതിയെ തരും, ദൈവം തരും. കുറച്ച് ദിവസം കഴിഞ്ഞ് നടക്കാതെ വന്നപ്പം ദൈവമേ വാഗ്ദത്തം തന്നേ മതിയാകൂ. പിന്നെ പ്രാർത്ഥനാ ശൈലികളൊക്കെ മാറാൻ തുടങ്ങി. അമ്മേൻ. കുറച്ച് ദിവസം കഴിഞ്ഞാൽ പറഞ്ഞു ഇനി നടക്കാൻ പോകുന്നില്ല. അപ്പോഴാണ് സാറ ജഡത്തിന്റെ മാർഗനിർദ്ദേശം നടത്തുന്നത്. അതിലൂടെ ഞാൻ പറയുന്നു, ദൈവമക്കളെ, പറഞ്ഞൊരു ദൈവമാണെങ്കിൽ നിവർത്തീകരിക്കേണ്ട പരമാധികാരം ദൈവത്തിന് മാത്രമുള്ളതാണ്. ആമേൻ. എന്നാൽ ഇവിടെ ജഡത്തിന്റെ മാർഗനിർദ്ദേശത്തിലേക്ക് അവർ പോവുകയാണ്. എന്താണ് അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകാനുള്ള കാരണം എന്നാണ്? അവരെ ബാധിച്ചേക്കുന്നത് വാഗ്ദത്തം എന്ന വിഷയമാണ്. നിങ്ങൾ നോക്കണം, ഞാൻ ആ ഭാഗത്ത് ഒന്നുകൂടെ ഒരു ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ പറയാം. ഞാൻ ദീർഘവർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അന്നെനിക്ക് ഒരു കാറുണ്ട്, ഇയോണ്. അപ്പൊ ഒരാൾ എൻ്റെ ഒരു പാസ് എൻ്റെ കാറിലോട്ട് കയറിയിരുന്നുണ്ട്. എൻ്റെ കാറിന്റെ സ്റ്റിയറിംഗ് തൊട്ടിട്ട് പറഞ്ഞു, ഇത് മാറാൻ പോവാണ്.
ആ ഇതിനകത്തിരിക്കുമ്പോഴും ഇത് മാറി ഒരു XUV തരാൻ പോവാ. അപ്പം എന്റെ മൈൻഡ് ഓട്ടോമാറ്റിക്കലി XUVക്കകത്തോട്ട് പോവാണ്. എന്നോട് പറഞ്ഞു, ഈ പുള്ളി എനിക്ക് ഉപദേശം കൂടെ തന്നു, ഇത് കയറുമ്പം XUVക്കായി സ്തോത്രം, XUV ഓടിക്കുന്നു, XUV കൊണ്ടു ഇടയ്ക്കിടയ്ക്ക് ആ XUV കൊണ്ടുവന്ന് ഇടിച്ചിട്ടുണ്ട്. സ്തോത്രം. മൈൻഡ് മുഴുവനും പതി അതിനകത്തോട് കയറി. അപ്പൊ തന്ന നമ്മുടെയൊക്കെ പ്രത്യേകത നമ്മളങ്ങനല്ലേ, തന്ന വാഗ്ദത്തത്തിനായി സ്തോത്രം, തന്ന വാഗ്ദത്തത്തിനായി സ്തോത്രം. ആ ദൈവം ഒരു ദൂത് പറഞ്ഞിട്ടുണ്ട്, ആ ദൂതിനായി സ്തോത്രം. ദൈവം ഒരു വിടുതൽ പറഞ്ഞു, ആ വിടുതലിനായി. നമ്മളെപ്പോഴും ആ വസ്തുവിലേക്കാണ്. എന്റെ മൈൻഡ് മുഴുവനും ആ കാറിനകത്തോട്ട് മാറി. ഇനി ഇത് എങ്ങനെയും ഇത് മാറണം. കഴുകുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴെല്ലാം മൈൻഡിനകത്ത് ദൈവം ഒരു ദൂതും. കൃപയാൽ അതും പോയി, ഒന്നുമില്ല. ഇപ്പൊ ഒരു ബൈക്കിനകത്ത് 100-150 കിലോമീറ്റർ ഉള്ളിൽ ഓടി ഒന്ന് ഉറക്കം വന്നാൽ വഴി കിടന്നുറങ്ങണം. ഞാൻ ഉറങ്ങുമ്പോൾ ഭാര്യ കാവലിരിക്കും. കാരണം കരടി ഇറങ്ങുന്ന ഗ്രാമ വഴികളാണ്. ബാഗിനകത്ത് കൈലി കാണും, കൈലി വിരിച്ചിട്ട് വഴി കിടന്നുറങ്ങും. സോദരം, വാസ്തവത്തിൽ നമ്മളെല്ലാം ഫോക്കസ്. ചിലർ പറയുന്നത് ഞാൻ ഉടനെ മരിക്കുകയല്ല. എന്താ വെച്ചാൽ മരിക്കാതെ കുറെ വാഗ്ദത്വങ്ങളുടെ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. അങ്ങനെ നമ്മളെ ചാകാതെ പിടിച്ചുകൊണ്ടിരുത്തിയിട്ട് അത് തരണവും ദൈവത്തിന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ മാനസാന്തരപ്പെടുക എന്നുള്ളതാണ്. നമ്മളവിടെ പണിയപ്പെടുക എന്നുള്ളതാണ്. കൃപ തോന്നി എന്തേലുമൊക്കെ മുന്നേ ഒത്തിരി കാര്യങ്ങൾ ദൈവം പറഞ്ഞിട്ടുണ്ടെന്ന് ഇരിക്കട്ടെ. അതിനകത്ത് ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക് നാം എത്തപ്പെട്ട് കഴിയുമ്പോൾ ഇനി അത് പ്രാപിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. സോദരം, പിണങ്ങരുത്. വളരെ കാര്യമായിട്ട് പറയാം. തിരുവനന്തപുരം ചിലർ പറയുന്നു ഞാൻ വാഗ്ദത്തത്തെ മുറുകെ പിടിച്ചേക്കാണെന്നാ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ വാഗ്ദത്തത്തെ എന്നുള്ള പിടിവിട്. ഇവിടെ അബ്രഹാം ചെയ്തത് ആ വാഗ്ദത്തത്തെ ആശ്രയിച്ചുകൊണ്ടിരുന്നു. അത് അവന് ലഭിക്കാതെ വന്നപ്പോൾ ജഡത്തിന്റെ മാർഗം നടത്തി അതിനെ നേടാൻ എങ്ങനെ ഒരു ആൺസന്തതി വേണം എന്നുള്ള തീരുമാനത്തിലേക്ക് വരികയാണ്. ആമേൻ. ദൈവമക്കളെ, നമ്മളെല്ലാരും കൂടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും അല്ല കേട്ടോ ദൈവരാജ്യം ഇങ്ങനെ പച്ച പിടിച്ചു പോന്നേ. ദൈവത്തിന്റെ വാക്കിനകത്ത് എന്റെയും നിങ്ങളുടെ സഹായം ദൈവത്തിന് വേണ്ട. പൂർണ്ണമായ വിധേയപ്പെടൽ മതി. വാഗ്ദത്തങ്ങളോട് ഒറ്റ പ്രതികരണമേ ഉണ്ടാകാവുള്ളൂ, ആമേൻ. കാരണം പറഞ്ഞ ദൈവം, അവന്റെ വാക്കുകൾ ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ് എന്നാണ്. ആമേൻ. അതിനകത്ത് ഉവ്വോ എന്ന നടപടി നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. അതിനോട് ആമേൻ എന്നൊരു പ്രതികരണമേ ഉണ്ടാകാവൂ. പക്ഷെ അബ്രഹാം എന്ത് ചെയ്തു? ജഡത്തിന്റെ മാർഗം നടന്നു. ഇവിടെ വിശ്വാസത്തെ, അബ്രഹാമിന്റെ വിശ്വാസം ആദ്യപടിയിൽ ഫോക്കസ് ചെയ്യുന്നത് ആ വാഗ്ദത്തത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണെങ്കിൽ ദൈവം അതിനെ മാറ്റി, ദൈവം അതിനെ തിരുത്തി. വാഗ്ദത്തമല്ല, വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തൻ എന്നെണ്ണുന്ന ആ കാലയളവ് വരെ ആമേൻ ദൈവം വെയിറ്റ് ചെയ്തു. മോനെ തരൂ എന്ന് പറഞ്ഞ എങ്ങനെയും ഒരു മോനല്ല, അവൻ പറഞ്ഞ ക്രമത്തിനനുസരിച്ച് സാറയോട് ചേർത്ത് പറഞ്ഞെങ്കിൽ ആമേൻ അതേപോലെ കണ്ണും മൂക്കും അല്ലെങ്കിൽ അതേപോലെ രൂപഗുണമുള്ള ഒരു മോനെ കിട്ടിയെന്ന് പറഞ്ഞ് സന്തോഷിക്കുകയല്ല. അതിനകത്ത് വാഗ്ദത്തം തന്നതിന് ആമേൻ എന്ന് പറയുകയല്ല, മറിച്ച് ദൈവം പറഞ്ഞതിനെ പ്രാപിക്കണമെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന അളവിലേക്ക് എത്തപ്പെടണം. ദൈവം അബ്രഹാമിനോട് പറഞ്ഞ സന്തതിയുടെ വാഗ്ദത്തത്തെ അബ്രഹാം പ്രാപിക്കുമ്പോൾ അബ്രഹാമിലെ വിശ്വാസത്തിന്റെ ബലഹീനതകൾ പരിഹരിച്ചു കൊടുത്തു. ആമേൻ. എങ്ങനെയാണ് അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ബലഹീനതകൾ പരിഹരിക്കപ്പെടുന്നത്? നമുക്കറിയാം. സാറയെ കുറിച്ച് പറയുന്നുണ്ട്. എബ്രായ ലേഖനം 11:11 പറയുന്നു. 11:11 പറയുന്നു, വിശ്വാസത്താൽ സാറയും, വാഗ്ദത്തങ്ങളെ അല്ല, വാഗ്ദത്തം, വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്നെണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന്റെ ശക്തി പ്രാപിച്ചു. നിങ്ങൾ നോക്കൂ, അബ്രഹാമിന്റെ ആദ്യത്തെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ആ വാഗ്ദത്തത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് മറ്റൊരു മാർഗനിർദ്ദേശം നടത്തുമ്പോഴും എങ്ങനെയും അത് പ്രാപിക്കണം. ദൈവമക്കളെ, വല്ലവിധേനയല്ല വാഗ്ദത്ത നിവർത്തി കാണുക. അമ്മേൻ. ദൈവം പറഞ്ഞ കൃത്യമായ വഴികളിലൂടെ. ഇവിടെ അബ്രഹാം പറഞ്ഞ തലമുറയുടെ വാഗ്ദത്തം പ്രാപിക്കുമ്പോൾ അബ്രഹാമിൽ കൊടുത്തത്
ആമേൻ, വിശ്വാസത്തിന്റെ പണിയാണ്. വിശ്വാസത്തിൽ അവൻ രൂപാന്തരപ്പെടുകയാണ്. എങ്ങനെ? ആദ്യപടി തലമുറയെ ഫോക്കസ് ചെയ്തപ്പോൾ കാലം കഴിയുമ്പോൾ ദൈവം അതിനെ പൊളിച്ചു. തലമുറയിലേക്കല്ല ഫോക്കസ് ചെയ്ത് വാഗ്ദത്തത്തിൽ നിന്ന് വാഗ്ദത്തം ചെയ്ത ദൈവത്തിങ്കലേക്ക് വിശ്വാസം വളർച്ച പ്രാപിച്ചു. ദൈവം എന്നോടൊരു ദൂത് പറഞ്ഞിട്ടുണ്ട് എന്ന ചിന്തയല്ല വേണ്ടുന്നത്. ആമേൻ, എന്റെ ദൈവം വലിയവനാണ് എന്നെണ്ണുന്നതാണ്. എനിക്കൊരു ദൂതുണ്ട്, ആലോചന ഉണ്ടെന്നല്ല പറയേണ്ടത്. ആമേൻ, എന്റെ ദൈവം എനിക്കുണ്ടെന്ന് പറയും. അതാ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറഞ്ഞത്. ദാനമല്ല വലുത്, ദാതാവാണ് വലുത്. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മളോട് പറഞ്ഞ ആമേൻ, ഞാൻ ഈ വാഗ്ദത്തങ്ങൾ നമ്മളുടെ ഇടയിൽ ഒത്തിരി ആശങ്കകൾ ഉളവാക്കുന്നതാണ്. വാഗ്ദത്തങ്ങൾ എന്ന വിഷയം നമ്മൾ വാഗ്ദത്തം എന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന തലമല്ല ബൈബിളിന്റെ കാഴ്ചപ്പാടുകൾ. ബൈബിൾ പുതിയ നിയമത്തിൽ വാഗ്ദത്തം എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സ്തോത്രം. ഞാൻ ദൈവമക്കളെ വളരെ വ്യക്തമായി കൊലോസ്യ ലേഖനത്തിൽ പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ കണ്ണുകൾ എന്ത് ചെയ്യണം? ഉയരത്തിലുള്ളത് എന്ത് ചെയ്യണം? ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പേൻ. സ്തോത്രം, ആമേൻ. ഉയരത്തിലുള്ള ചിന്തിക്കാൻ. നമ്മളെ എന്ത് പറഞ്ഞാലും ഭൂമിയിലുള്ളതാ കണക്ട് ചെയ്യുന്നത്. സ്തോത്രം. 3-ാം അധ്യായത്തിലാണ് കൊലോസ്യ ലേഖനത്തിൽ 3:1 ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന ഇടമായി ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നമ്മളോട് എന്തെല്ലാം അതെല്ലാം നമ്മൾ ഉയരവും. ഈ ഭൂമിയിൽ പറഞ്ഞത് ഈ ഭൂമിയിലെ വിഷയങ്ങൾ ദൈവം വാഗ്ദത്തമായി പറയുമോ? ആശ്വാസ ശബ്ദങ്ങൾ കൈമാറും. ചിലപ്പോൾ ആ വിഷയത്തിൽ നിന്ന് വിടുതലിനെ കുറിച്ച്, ആ പ്രശ്നങ്ങളിൽ നിന്നുള്ള കരകയറുന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന ചെറിയ ചെറിയ പ്രതിസന്ധികളിൽ ആശ്വാസകാലങ്ങൾ കൈമാറും. പക്ഷേ ആത്യന്തിക വാഗ്ദത്തങ്ങളെല്ലാം കണക്ട് ചെയ്യുന്നത് ഉയരവുമായിട്ടാണ്. ഭൂമിയുമായി താരതമ്യം ചെയ്യരുത്, ഉയരവുമായി താരതമ്യം ചെയ്യണം. സമയം വളരെ വേഗം നടന്നു പോകുന്നു. ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് പറയാം, നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഒരു ഗതിമാറ്റം ദൈവാത്മാവ് ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ വിശ്വാസം വിഷയത്തെ കേന്ദ്രീകരിച്ചാണോ അതോ ദൈവത്തെ കേന്ദ്രീകരിച്ചാണോ? ആമേൻ. നമ്മളെ ദൈവം വിടുവിക്കും, അത് തരും, ഇത് തരും. ഞാനൊരു കാര്യം പറയാം. കഴിഞ്ഞ ദിവസം എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവമാണ്. വാസ്തവത്തിൽ അതൊന്നും അങ്ങനെയുള്ള വാക്കുകളിലേക്കൊന്നും പോകണ്ട എന്ന് കരുതിയതാണ്. എങ്കിലും 2 പേര് തമ്മിലുള്ള സംഭാഷണത്തിനിടയിൽ നടന്നൊരു കാര്യം. ഒരു രാത്രിയിൽ എൻ്റെ ഒരു സ്നേഹിതൻ എന്നെ കോൾ ചെയ്തു. ആമേൻ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കോൾ ചെയ്യും. ഇങ്ങനെ നമുക്ക് പ്രസംഗിക്കാനുള്ള ചെറിയ ചെറിയ പോയിന്റ് ഇട്ട് തരും, അങ്ങ് പോവും. ആമേൻ. അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, രാത്രി 12 മണിക്കാണ് കോൾ ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചത്, ആദ്യത്തെ ചോദ്യം, നിനക്ക് കാറുണ്ടോന്ന് ചോദിച്ചു. എൻ്റെ ഒറ്റ സുഹൃത്താണ്. ഞാൻ പറഞ്ഞു, എനിക്ക് കാറില്ല. അപ്പൊ എന്നോട് ചോദിച്ചു, അതെന്താ നിനക്ക് കാറില്ലാത്തെ? ഞാൻ പറഞ്ഞു, ഞാനിവിടെ ഇപ്പം നമ്മൾ കൂടുതലും അവിടുത്തെ പ്രവർത്തന മേഖലകളിൽ അവിടെ ഫോക്കസ്. കാറില്ലാത്ത എന്താണെന്ന് അവൻ ചോദിച്ചു. അത്രയും ചോദ്യം പോലും ഞാൻ എന്നോട് ചോദിച്ചിട്ടില്ല, എന്തുകൊണ്ട് കാറില്ല എന്നുള്ളത്. ചോദ്യം, അതൊക്കെ സാഹചര്യങ്ങളാണ്. എന്നാലും ഞാൻ കാറില്ലെന്ന് പറഞ്ഞപ്പോഴേ ഇദ്ദേഹം എന്നോട് ആദ്യത്തെ ചോദ്യം ചോദിച്ചത്, നിന്റെ എന്നാ വിശ്വാസമാണെന്ന്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, നിങ്ങൾ എന്നെക്കാളിൽ പ്രസംഗിക്കുന്നുണ്ടല്ലോ, നീ എന്നെക്കാളിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ, നീ എന്നെക്കാളിൽ ഭയങ്കര വചനമാണല്ലോ, പിന്നെ നിന്റെ എന്നാ വിശ്വാസമാണ്? നമുക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. മറുപടി പറയാൻ പറ്റാതെ നിന്റെ വിശ്വാസം തന്നെ. എന്റെ വിശ്വാസം വലുതാടാ, എന്റെ വിശ്വാസം വലുതാണ്. അദ്ദേഹത്തിന് ഒരു നല്ല വാഹനമുണ്ടായിരുന്നു. അപ്പം അവന്റെ ഒരാൾ ചോദിച്ചു, നീ ഇത്രയും വലിയ വിശ്വാസം പ്രസംഗിച്ചിട്ട് ഹോണ്ട സിറ്റിയിലാണോ നീ നടക്കുന്നത്? ഇത്രയും വിശ്വാസം പ്രസംഗിച്ച് നീ കുറഞ്ഞ പക്ഷം ഒരു ക്രിസ്റ്റയിലെങ്കിലും നടക്കണ്ടേ എന്നൊരു പാസ് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, രാത്രിക്ക് രാത്രി ക്രിസ്റ്റ ബുക്ക് ചെയ്യുന്നു. അദ്ദേഹത്തോട് പറഞ്ഞു, മോനെ, നിന്റെ 5 പൈസ കാണത്തില്ലായിരിക്കാം, പക്ഷെ നീ വിശ്വാസത്തിന്റെ ചുവട് വെച്ച് ഒരു പ്രാർത്ഥിച്ച് 1000 രൂപ കൊണ്ടുകൊടുത്ത് നാളെ തന്നെ ബുക്ക് ചെയ്യും. ദൈവം ലോൺ ഒരുക്കും. നിങ്ങളെല്ലാം അന്തിച്ചിരിക്കുകയാണ്. സ്വതന്ത്രം. ഇനി ഒരു കാര്യം പറയാം, എന്നാ വലിയ വിഷയം വന്നാലും മിസൈലിന്റെ അത്രയും വലിയ വിഷയം വരത്തില്ല എന്ന് എനിക്കറിയാം.
അതുകൊണ്ട് പറയുന്ന ഓരോ വചനത്തിനും ഒരു വാക്കിനും ഇതിൻ്റെ അകത്ത് അടിസ്ഥാനമുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അത് വിട്ടു പറയാതിരിക്കാൻ ശ്രമിക്കുന്നു. അതൊന്നും നമ്മൾ പറയുന്നില്ല. ദൈവവചനത്തിന്റെ ആധാരത്തിൽ നിന്നുകൊണ്ടാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്തായാലും അറിയാൻ ഞാൻ ഓടിപ്പോകത്തില്ലെന്ന്. കാരണം സംഗതി തുറക്കാതെ പോകാൻ പറ്റില്ല. ഇവിടെ ഉണ്ട്. എന്ത് ഡൗട്ട്, എന്ത് സംശയം ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് ചോദിക്കണം. ഞാൻ പ്രസംഗിച്ചതിനെ സംബന്ധിച്ച് മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അമ്മേൻ. ന്യായീകരണം പറയാനല്ല, വചനത്തിന്റെ സത്യം പറയാൻ. പറഞ്ഞുപോയി എന്ന് പറഞ്ഞ് ക്ഷമ പറയാനല്ല. അമ്മേൻ. വചനത്തെ തെളിയിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ആ അറിവും അല്ലെങ്കിൽ അതിനുള്ള പ്രാഗൽഭ്യത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. അമ്മേൻ. ദൈവവചനത്തിനകത്ത് നമ്മുടെ കാര്യങ്ങൾ കൂട്ടിയിണക്കേണ്ടതില്ല എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട്. എങ്കിൽ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. ഈ മനുഷ്യനോട് നീ അച്ഛ സത്യം പറഞ്ഞ എന്നെ സഹിച്ചാൽ ഞാൻ പകലായിരുന്നെങ്കിൽ നേരെ ഷോറൂമിൽ പോയനെ. അത്രയും സ്വാധീനം ഇവന്റെ വാക്കിന്. ഞാനും എൻ്റെ വൈഫും കൂടി ഇങ്ങനെ ലൗഡ് സ്പീക്കർ ഇട്ടത് കേട്ടോണ്ടിരിക്കുകയാണ്. കുറെ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എന്തായാലും എടാ നിന്റെ ഒന്നും അത്രയും ഞങ്ങൾ പ്രസംഗിക്കുന്നില്ല, നിന്റെ ഒന്നും അത്രയും ഞങ്ങൾ പഠിപ്പിക്കുന്നില്ല, പക്ഷേ ഞാൻ ഇന്ന് ക്രിസ്ത്യയിലാണ് നടക്കുന്നത്. അപ്പം സംഭവം എൻ്റെ ഒന്നും ഇല്ലായിരുന്നു മോനെ. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരു ചുവട് വെച്ചു. രാത്രിക്ക് രാത്രി അവിടുന്ന് ഇവിടുന്നും 2 പേരെ വിളിച്ചു. അവർ 50 തന്നു, ഇവർ 50 തന്നു. ബുക്ക് ചെയ്തു. അമ്മേൻ. അടുത്ത ദിവസം വീടിന്റെ വാതിൽ ക്രിസ്റ്റ വന്നു. ഒറ്റ രാത്രി കൊണ്ട് ദൈവം 25 ലക്ഷത്തിന്റെ ലോൺ തുറന്നു തന്നു. മോനെ നീ ചുവട് വെക്ക്. നിനക്ക് ചെലവാക്കാനുള്ള സാധ്യത ഇല്ലാത്തോണ്ടാണ് ദൈവം അത് തരാത്തെ. നീ വാങ്ങിച്ചിട്. സ്വത്രം. ദൈവങ്ങളെ 3.5 മണിക്കൂറും 2.5 മണിക്കൂറൊക്കെ ബൈക്ക് യാത്ര ചെയ്ത് പ്രസംഗിക്കുമ്പം 30 രൂപ 50 രൂപ സ്വതരാഴ്ച കിട്ടുമ്പം അതും ചിരിക്കുന്ന ഗാന്ധിജിയല്ല, കരയുന്ന ഗാന്ധിജിയാണ്. വീട്ടിൽ വരുമ്പോൾ അത് കരയുന്ന ഗാന്ധിജി. എനിക്ക് ആവേശമായി. രാത്രി 12 മണി കഴിഞ്ഞുകൊണ്ട് മാത്രമാണ് പോകാതിരുന്നത്. പക്ഷെ അവന്റെ വാക്കുകൾ എന്നെ മുറിപ്പെടുത്തി. നിന്റെ എന്നാ വിശ്വാസം, ഇത്രയും വചനം പ്രസംഗിച്ചിട്ടും നിന്റെ എന്നാ വിശ്വാസമാണ്. അദ്ദേഹം പറഞ്ഞു. ഫോൺ കട്ട് ചെയ്തു, പോയി. അടുത്ത സമയം ഞാനും വൈഫുമായിട്ട് സംസാരിക്കുമ്പോൾ വൈഫ് എന്നോട് പറഞ്ഞു, അച്ചാച്ചാ അവന്റെ വിശ്വാസം ഒറ്റ രാത്രി കൊണ്ട് അവനെ 25 ലക്ഷത്തിന്റെ കടക്കാരനാക്കി. അവൻ വിശ്വാസത്തെ അളന്നത് വെട്ടിപ്പിടിക്കുന്ന വഴിയിലാണ്. സ്വത്രം. അവൻ വിശ്വാസത്തെ അളർന്നത് ഭൗതികത്തെ ആശ്രയിച്ചുകൊണ്ടാണ്. അവന്റെ മക്കള് പഠിക്കാത്ത സ്കൂളിലാണ് നമ്മുടെ മക്കള് ഫ്രീ ആയിട്ട് പഠിക്കുന്നത്. എൻ്റെ കർത്താവ് എന്നെ ഒറീസയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ എങ്ങോട്ടെന്നില്ലാതെ കുഞ്ഞുങ്ങളെ എവിടെ ചേർക്കണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പോകാൻ പറഞ്ഞ ദൈവശബ്ദം മാത്രം കേട്ട് യാത്ര ചെയ്തു. ഒറീസയിലേക്ക് എത്തി. സ്കൂളിൽ ചേർക്കേണ്ട സമയമൊക്കെ ആയപ്പോൾ ടെൻഷൻ അടിച്ചു. കാരണം ദൈവശബ്ദം കേട്ടു. മനുഷ്യൻ തന്ന ട്രാൻസ്ഫർ അല്ല. മനുഷ്യനോട് കൂലി പറഞ്ഞ് ഒത്തല്ല വന്നത്, ദൈവം പറഞ്ഞു വന്നു. ചേർക്കേണ്ട സമയമായപ്പോൾ ആശങ്കപ്പെട്ടു. ഒരു സ്കൂളിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അവിടുത്തെ മറ്റുള്ള ജാതികളായ മലയാളികളൊക്കെ പറഞ്ഞു, ഇവിടെ വലിയൊരു സ്കൂളുണ്ട്, കുഞ്ഞുങ്ങളെ അവിടെ കൊണ്ടുപോയി ചേർക്ക്, നിങ്ങൾ പാസ്റ്റർമാരല്ലേ, പൈസ ഒത്തിരി ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, അതാണ് ഈ സ്റ്റിഫാൻ ഷൈനിന്റെ പ്രത്യേകത. നല്ല പവറായിട്ട് നിൽക്കും. ഹല്ലേലൂയ. ഞാനിവിടെ വന്ന ആളുകൾ എനിക്ക് ശരിക്കും ഒത്തിരി വിളമ്പുന്നുണ്ട്. സംഗതി ഒത്തിരി കഴിക്കുന്നവനാണെന്നുള്ളൊരു രൂപമാണ് നമുക്ക്. ഞാൻ അല്പമേ കഴിക്കത്തുള്ളൂ. ആ ലുക്ക് വൈസ് ഞാൻ സ്വത്രം പറഞ്ഞു. അവർക്ക് തോന്നിയല്ലോ അത്രയും പൈസ ഒത്തിരി വരുന്നുണ്ടെന്ന്. എന്തായാലും സ്കൂളിൽ ചെന്ന് സംസാരിച്ചപ്പോൾ മേഡം എന്നോട് പറഞ്ഞു, എന്താ ജോലി? ഞാൻ പറഞ്ഞ പാസ്റ്ററാണ്. മേഡം മലയാളിയാണ്. അവർ പറഞ്ഞു, ഈ സ്കൂളിൽ പാസ്റ്റർമാരുടെ പിള്ളേർക്ക് വിദ്യാഭ്യാസം ഫ്രീ, 10ാം ക്ലാസ് വരെ. ഒറ്റ രാത്രി കൊണ്ട് ഒരുത്തൻ, ഭൗതികമാണ് അവൻ പറയുന്ന വിശ്വാസമെങ്കിൽ വെട്ടിപ്പിടിക്കുന്നതല്ല, കൃപ തോന്നി തരുന്നത്, അതാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഞാൻ ദൈവമക്കളോട് പറയാം, ഏത് ബൈബിളികമായ വിഷയങ്ങളെ ഭൗതികവുമായി ചേർത്ത് ബന്ധിച്ച് അന്ധന്മാരാകരുത്. ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട്, ഭൗതിക സംബന്ധിച്ച് നിങ്ങളുടെ ടോണ് നിങ്ങളെ സംബന്ധിച്ച് മുഴുവൻ ഉത്തരവാദിത്വമുള്ള ദൈവത്തെയാണ് സേവിക്കുന്നത്. അലയാൻ സമ്മതിക്കാതെ, വസ്ത്രം സംബന്ധിച്ചും ശരീരം സംബന്ധിച്ചും വേദനപ്പെടാൻ ദൈവം സമ്മതിക്കത്തില്ല. അമിതഭാരം പേറുന്നെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ദൈവത്തിനല്ല. ആശ്രയമില്ലാതെ അമിതഭാരം പേറുന്ന വഴിയെല്ലാം മാറ്റിവെച്ചിട്ട് വിശ്വാസത്തിന് മാനുഷികമായ നിർവചനം കൊടുക്കാതെ, ഇന്ന് രാത്രി ഈ വിശ്വാസത്തിന് നമ്മളുണ്ടാകുന്ന മാറ്റം ഇതാണ്. എന്ത്? വാഗ്ദത്തത്തിലേക്കല്ല, വാഗ്ദത്തം ചെയ്തവനിലേക്ക് ഫോക്കസ് ചെയ്യണം. അതാണ്
ദൈവം വിടുവിക്കുമെന്ന് പറഞ്ഞെങ്കിൽ വിടുതലിനെ മുറുകെ പിടിക്കുകയല്ല, ആ വിടുതൽ, ആ വാഗ്ദത്തത്തിൽ നിന്ന് പിടിവിട്, ആ പിടി ദൈവത്തെ പിടിക്കുക. നമ്മളിതെല്ലാം അവിടെ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ മുറുകെ പിടിച്ചതുകൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ആമേൻ. വിശ്വാസത്തിന്റെ വലിയൊരു മാറ്റം ഉണ്ടാകണം. വിശ്വാസത്തിന്റെ കുറവുകൾ നിങ്ങളിൽ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? നമ്മുടെ വിശ്വാസത്തിന് ബലഹീനതയുണ്ടെന്ന് ഇന്ന് രാത്രി അത് പരിഹരിക്കപ്പെടണം. നമ്മുടെ വിശ്വാസങ്ങളൊക്കെ സിറ്റുവേഷനെ ആശ്രയിച്ച്, സാഹചര്യങ്ങളെ ആശ്രയിച്ച്, ആമേൻ, നമ്മുടെ നേട്ടങ്ങളെ ആശ്രയിച്ചൊക്കെയാണ് പലതിലും നിൽക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, ഭൗതികമായ നേട്ടങ്ങളിലല്ല വിശ്വാസം അളക്കുന്നത്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിലാണ്. വിശ്വാസം അതൊരു പദവിയാണ് പ്രിയരെ. വിശ്വാസം ഒരു കേവലം ആശ്രയത്തിന്റെ മാർഗം മാത്രമല്ല. വിശ്വാസം അതൊരു സ്വഭാവമാണ്. വിശ്വാസം അത് ആശ്രയമാണ്. നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. രാത്രി ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ വിശ്വാസത്തിന് വീഴ്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിലൊന്ന് ആമേൻ പണിയപ്പെടാനൊന്ന് ഏൽപ്പിക്കുക. നമ്മുടെ കണ്ണുകളൊക്കെ ഒന്ന് മാറണം. ആമേൻ. നമ്മുടെ കണ്ണുകളൊക്കെ മാറണം. ആമേൻ. നമ്മുടെ കണ്ണുകളൊക്കെ ദൈവത്തിങ്കിലേക്ക് ഉയരണം. ദാനമല്ല, ദാതാവിലേക്ക് ആമേൻ നമ്മുടെ കണ്ണുകളെ ഉയർത്തിപ്പിടിക്കണം. കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ആമേൻ. അതുകൊണ്ടാണ് വെട്ടിപ്പിടിച്ചു എന്ന ചിന്തകളൊന്നും അല്ലായിരുന്നു അബ്രഹാമിന്. അബ്രഹാം ആ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുന്ന കാലം അവരുടെ കാഴ്ചപ്പാട് 11-ാമത്തെ വാക്യം, വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തനെന്നുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന്റെ ശക്തി പ്രാപിച്ചു. തുടക്കം അങ്ങനെ അല്ലായിരുന്നല്ലോ. തുടക്കം ആ തലമുറയെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരാഗ്രഹിച്ച സമയത്ത് കിട്ടാതിരുന്നിട്ടും മാനുഷിക വഴികളിലൂടെ അത് കണ്ടെത്തി അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് ആനന്ദിക്കാൻ നോക്കുകയാണ്. എന്നാൽ അതല്ല വേണ്ടുന്നത്. ദാനത്തിൽ നിന്ന് കണ്ണുമാറ്റി ദാതാവിലേക്ക് ആമേൻ കണ്ണുയർത്താം. ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ, ആമേൻ, സ്വർഗീയ വാഗ്ദത്തങ്ങൾക്കൊക്കെ ആമേൻ, ഈ ഭൂമിയിലെ വിഷയങ്ങളെ സംബന്ധിച്ച് ആമേൻ ആശ്വാസ ശബ്ദങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം. അതിനെല്ലാം ആമേൻ. പക്ഷേ വിശ്വാസം പണിയപ്പെടണം. എന്തിനാണ് ചില കാര്യങ്ങൾ നമ്മളെ അറിയിക്കുന്നത്? നമ്മളെ പണിയാനാണ്, നമ്മളെ രൂപാന്തരപ്പെടുത്താനാണ്, നമ്മളെ ഒന്നുകൂടെ ആമേൻ അവൻ ആഗ്രഹിക്കുന്ന അളവിലേക്ക് കൊണ്ടുവരാനാണ്. വിശ്വാസങ്ങളുടെ കുറവുകൾ, അല്ലേ, വിശ്വാസത്തിന്റെ കുറവുകൾ പരിഹരിക്കപ്പെടണം. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ആമേൻ, നിങ്ങളുടെ അവിശ്വാസ നിമിത്തമാണ് അത്ഭുതങ്ങൾ. പേര് പാസ്റ്ററാണ്, പേര് ആമേൻ വിശ്വാസിയാണ്, പേര് ശിഷ്യനാണ്, യേശുവിന്റെ കൂടെ യാത്രയാണ്. വിശ്വാസത്തിന്റെ കുറവുകളാണ് ഒരു പരിധിവരെ ആമേൻ നമ്മളിൽ കാണുന്ന ബലഹീനതകൾ. ആമേൻ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ അടുക്കെ വന്നിട്ട് പറഞ്ഞു, യേശുവേ, ആമേൻ, സമയം പോയി, ഇവരെ പിരിച്ചുവിട്, അവരവരുടെ വീടുകളിൽ ചെല്ലട്ടെ, ഭക്ഷണം കൊള്ളട്ടെ, രാപാർക്കട്ടെ എന്നൊക്കെ ശിഷ്യന്മാർ പറയുമ്പോഴും ആമേൻ അവരുടെ വിശ്വാസത്തിന്റെ കുറവുകളാണ് അവരെ അങ്ങനെ ഒരു ആക്ഷനിലേക്ക് കൊണ്ടുവരുന്നത്, അങ്ങനെ ഒരു വാക്കിലേക്ക്, അങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് അവരെ എത്തിക്കുന്നത്. ആമേൻ. വാസ്തവത്തിൽ അവൻ അത്ഭുതം മാത്രം പ്രതീക്ഷിക്കുന്നെങ്കിൽ അവരെന്ത് ചെയ്യണമായിരുന്നു? കർത്താവേ, വിശക്കുന്ന നിങ്ങൾ ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞാൽ മതി. നമ്മളുള്ള കാര്യം പറയില്ല. കർത്താവിന് ഐഡിയ പറഞ്ഞു കൊടുത്ത്, കർത്താവിന് രൂപം പറഞ്ഞു കൊടുത്ത്, കർത്താവിന് മാർഗനിർദ്ദേശം കൊടുത്ത്, കർത്താവെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുമ്പോൾ മോശയോട് ദൈവം പറഞ്ഞല്ലോ, ഞാൻ ഇറച്ചി കൊടുക്കാം. അവിടെയും വിശ്വാസമല്ല, സംശയങ്ങളാണ് ഉരുത്തിരിയുന്നത്. ഇന്ന് രാത്രി ആമേൻ വാഗ്ദത്തങ്ങൾ അബ്രഹാമിലേക്ക് കൊടുത്തത് ദൈവം വൈകിപ്പിച്ചതൊന്നും വാസ്തവത്തിൽ അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ പണി നടക്കുകയായിരുന്നു. ദൈവമക്കളെ, വിശ്വാസത്തിന്റെ പരിശോധന ഏതെങ്കിലും ഒരു വിഷയത്തിലല്ല കേട്ടോ. നമ്മൾ വഴി യാത്ര ചെയ്യുന്നോളം വരെ ആ വിശ്വാസത്തിന്റെ വളർച്ച തികവിലേക്ക് എത്തുന്ന ആ നാൾ വരെയും അതിന്റെ പരിശോധനകൾ, അതിന്റെ പരീക്ഷാഘട്ടങ്ങൾ തുടരും. ആമേൻ. അവിടെ പരാജിതരല്ല, ജയമേറ്റെടുക്കുന്ന അളവിലേക്ക് നമ്മൾ വരണം. ഞാൻ ഈ 2-ാം രാത്രിയിലും ആമേൻ ഈ സന്ദേശത്തെ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ, സ്തോത്രം. വാഗ്ദത്തങ്ങളായി ദൈവം അരുളി ചെയ്തത്, സ്തോത്രം. ഭൗതിക വിഷയം സംബന്ധിച്ച് ആമേൻ നിങ്ങൾ കേട്ട ദൈവിക ശബ്ദങ്ങൾ മാനിക്കാം, ഉയർത്താമെന്നോ അതൊന്നും കൃപ തോന്നി തരുന്നതല്ല. ആമേൻ. ഇനി അത് തന്നില്ലേലും ആമേൻ. എന്നാൽ സ്വർഗീയ വാഗ്ദത്തങ്ങൾ പൂർത്തീകരിക്കപ്പെടാതെ പോകരുത്. ഇവിടുത്തേതെല്ലാം തികച്ചിട്ട് അവിടെ എത്താൻ പറ്റിയില്ലെങ്കിലോ ആമേൻ, നമുക്കതിനു വേണ്ടി ഒരുങ്ങാം. നമ്മൾ കാഴ്ചപ്പാടുകളാണ് മാറേണ്ടത്. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനെന്നുക. ദൈവം എന്ത് നടപടി എടുത്താലും അത് സ്വീകരിക്കാനുള്ള ഒരു മനോഭാവത്തിലേക്ക് വരിക. ആമേൻ. ഇതൊരു ഒറ്റ രീതിയിൽ, ഒറ്റ നിലയിൽ അവസാനിക്കേണ്ട ഒരു സന്ദേശമാണ്. ഇങ്ങനെ അല്പം പിച്ചിക്കീറി ഈ ദിവസങ്ങളിലെ സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ട് കുറേശ്ശെ പങ്കുവയ്ക്കുകയാണ്. എങ്കിലും ഇന്ന് രാത്രി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു.
നമുക്ക് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. വചനം ആകാശം മാറും, ഭൂമി മാറിപ്പോകും, എന്നാൽ അവൻ്റെ വായിൻ വചനങ്ങൾക്ക് മാറ്റമില്ല. അവൻ പറഞ്ഞ വാഗ്ദത്തങ്ങൾ, പരിശുദ്ധാത്മാവിനെ നൽകാമെന്ന് പറഞ്ഞ വാഗ്ദത്തങ്ങൾ നൽകി. രക്ഷ സംബന്ധിച്ച്, വീണ്ടെടുപ്പ് സംബന്ധിച്ച്, വിശുദ്ധീകരണം സംബന്ധിച്ചുള്ളതും നിത്യത സംബന്ധിച്ചുള്ള വാഗ്ദത്തങ്ങളൊക്കെ നമുക്കൊരുപാട് ആമേൻ. അത് വൈകുന്നു എന്ന് തോന്നരുത്. അത് വൈകുന്നതിൻ്റെ കാരണം ആമേൻ, അത് നമ്മളുടെ വിശ്വാസത്തിൻ്റെ കുറവുകളാണ്. ഇന്ന് രാത്രി നമുക്കൊന്ന് പണിയപ്പെടാം. ആമേൻ. ഈ ഭൂമിയിലുള്ളതുമായി താരതമ്യം ചെയ്ത് ഇവിടെ വെട്ടിപ്പിടിച്ച് അതിലാവേശം പറയുകയല്ല. സ്വതന്ത്രം. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളുടെ ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. നമുക്ക് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. വിശ്വാസത്തിന്റെ പരിശോധനകളിൽ പരാജിതരായിട്ടല്ല, തികവുള്ള ഒരു വാക്കുകളോടെ, തികവുള്ള ഒരു സാക്ഷ്യം പ്രാപിക്കത്തക്കവണ്ണം. ദാനമല്ല വലുത്, ദാതാവാണ് വലുത്. അതിനായി നമ്മളെ സമർപ്പിക്കാം. സന്ദേശത്തിന്റെ മുഖ്യഭാഗം നമ്മൾ അടുത്ത ദിവസങ്ങളിൽ പങ്കുവെച്ച് അവസാനിപ്പിക്കും. എന്നാൽ ഇന്ന് രാത്രി ആമേൻ, പരീക്ഷയുടെ 2ാം ഘട്ടം ആമേൻ, അത് വിശ്വാസത്തിന്റെ പരിശോധനകളാണ്. അത് നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും. എന്നാൽ അതിൽ പരാജയപ്പെട്ടു പോകാതെ അവൻ ആഗ്രഹിക്കുന്ന അളവിലേക്ക് വളർച്ച പ്രാപിക്കാൻ ഇന്ന് രാത്രി ആമേൻ, ദാനത്തിൽ നിന്ന് ദാതാവിലേക്ക് കണ്ണുയർത്തുന്ന, വിടുതലിൽ നിന്ന് വിടിവിക്കുന്നവനിലേക്ക് കണ്ണുയർത്തുന്ന ആ വലിയ അളവിലേക്ക് നമുക്ക് വരാം. എല്ലാ കണ്ണുകളുടെ ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ശബന റബാ തൽമന. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാഗ്ദത്തം നമ്മുടെ നിക്ഷേപമേ, വാക്കു പറഞ്ഞവൻ മാറുകില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കോ ഒരു മാറ്റമില്ല. വാനവും ഭൂമിയും മാറിയിടുമേ, വചനങ്ങൾക്കോ ഒരു മാറ്റമില്ല. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി, കഷ്ടങ്ങളിൽ നല്ല തുണയേശു. കണ്ണുനീരവൻ തുടയ്ക്കും, കഷ്ടങ്ങളിൽ നല്ല തുണയേശു. കണ്ണുനീരവൻ തുടയ്ക്കും. ദൈവമക്കളെ, ഈ പാപമംഗുരമായ ലോകത്ത് നമ്മുടെ മരുഭൂപ്രയാണം കരുത്തുള്ളതാക്കി മാറ്റാൻ അതാത് കാലങ്ങളിൽ നമുക്ക് ചില കാര്യങ്ങളെ മുന്നറിയിച്ചും ബലം നൽകിയുമൊക്കെ നമ്മളെ വാഗ്ദത്തങ്ങൾ നൽകി ബലപ്പെടുത്തുമ്പോൾ ചുറ്റുപാടുകളെ നോക്കി ഭയപ്പെടുകയല്ല, ആമേൻ, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വൈകിയല്ലോ, കാലതാമസം വന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് ചുറ്റുപാടുകളിൽ പരാതി പറയാതെ നമ്മളിൽ മാറേണ്ടതൊക്കെ മാറി നമുക്ക് അവനിലേക്ക് ചേരാം. ആ സാറയിലെ വിശ്വാസത്തിന്റെ മാറ്റം ഉള്ള നാഡിനരമ്പുകളെ ശക്തിപ്പെടുത്തി ആമേൻ, ഒരു തലമുറ എന്ന ആ കേട്ട വാഗ്ദത്തത്തിന്റെ പൂർത്തി കാണുവാൻ ദൈവം സഹായിച്ചു. ഇന്ന് രാത്രി നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു വഴിമാറ്റം സംഭവിക്കുമ്പോൾ, ഒരു വളർച്ച സംഭവിക്കുമ്പോൾ, അത് ദൈവത്തിന്റെ പ്രവർത്തികൾക്ക് ഒരു വേദിയായി മാറും. വൈകുന്നു എന്ന് പറഞ്ഞ് പരാതികൾക്കപ്പുറത്ത് ആമേൻ, തികവാർന്ന അളവിലേക്ക് നമുക്ക് വളർച്ച പ്രാപിക്കാമെന്ന ആഹ്വാനത്തോടെ ഈ വചനങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.